ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി 4 ടൈപ്സ് ഓഫ് സ്ട്രക്ചർ ഐസോമേഴ്സം എക്സിസ്റ്റ് ഇൻ കോർഡിനേഷൻ കോംപ്ലക്സസ്? എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം സ്ട്രക്ചർ ഐസോമേഴ്സം നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ജോമെട്രിക് ഐസോമേഴ്സം തന്നിട്ട് അതിൻ്റെ ഒരു പടം വരയ്ക്കാൻ ചോദിക്കും. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോകണം. പിന്നെ കുറച്ച് റിയാക്ഷൻസ്, ഇതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് റിയാക്ഷൻസ് ആണ്. അതും നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻ ആണ്. സാൻമേയേഴ്സ് റിയാക്ഷൻ, ഫിറ്റിംഗ് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ, സ്വാർട്സ് റിയാക്ഷൻ, ഫിംഗർസ്റ്റീൻ റിയാക്ഷൻ, ഗട്ടർമാൻ റിയാക്ഷൻ. അപ്പം ഈ റിയാക്ഷനെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോകണം. റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലെ തന്നെ റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലെങ്കിൽ സീറോ ഓർഡർ റിയാക്ഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൻ്റെ ഹാഫ് ലൈഫ് ഓഫ് പീരീഡ്, അതിൻ്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഓർഡറിലോ സെക്കൻഡ് ഓർഡറിലോ ഇതിന് രണ്ടിലേതെങ്കിലും ഒന്നിൻ്റെ ഹാഫ് ലൈഫ് ചോദിക്കും. അതുപോലെ തന്നെ മോളിക്കുലാരിറ്റി ഓർഡറാണ് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. മോളിക്കുലാരിറ്റി ഓർഡർ അല്ലെങ്കിൽ S11 SN2 റിയാക്ഷൻ, അത് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, ആൽഡിഹൈഡ്സ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. അപ്പം ഇത് രണ്ടും നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് റിപ്പീറ്റഡ് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 2022-23 വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതൊക്കെ. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിങ്കിൾസ്റ്റീൻ ഡിഫക്ട്സ് ഇൻ അയോണിക് സോളിഡ്സ്, അതിൻ്റെ എക്സാമ്പിൾ. പിന്നെ IUPAC നെയിമിങ്, ഒരു കോമ്പൗണ്ട്സ് ഒക്കെ തന്നിട്ട് അതിൻ്റെ IUPAC നെയിമിങ് എഴുതാൻ ചോദിക്കും. പിന്നെ ഹെൻറീസ് ലാൻഡ് ആപ്ലിക്കേഷൻസ്, അതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കഴിഞ്ഞ 2022-23 വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സെയിം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വാലൻസ് ബോണ്ട് തിയറി, അഡോൾ കണ്ടൻസേഷൻ, കാനിസാറോ റിയാക്ഷൻ. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയിട്ട് വേണം, കാരണം ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും പരീക്ഷയിൽ ചോദിക്കും. അപ്പോൾ ഈ ഒരു 11 ക്വസ്റ്റ്യൻസ് ആണ് 2022-23 വർഷങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം എല്ലാവരും ഈ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകേണ്ടത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.